നമുക്ക് നാളെ 78ാം സ്വാതന്ത്ര്യദിനം. ഇത്തവണ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിലാണ് ജില്ലയിലെ സ്വാതന്ത്ര്യദിന പരേഡ്. പതിവായി പരേഡ് നടന്നിരുന്ന പോലീസ് മൈതാനത്ത് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാലാണ് കളക്ട്രേറ്റ് മൈതാനിയിലേക്ക് പരേഡ് മാറ്റിയത്. സ്വാതന്ത്ര്യദിന പരേഡിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കളക്ട്രേറ്റ് മൈതാനത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. 22 പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരക്കുക. സ്വാതന്ത്ര്യദിനാഘോഷം പൊലിപ്പിക്കുന്നതിനായി വിപണിയും സജ്ജമാണ്. ത്രിവർണ്ണ നിറമണിഞ്ഞു കഴിഞ്ഞു കടകളെല്ലാം. പതാകകളും മറ്റു മാതൃകകളും വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് വിപണിയിൽ. തുണി കൊണ്ടുള്ള പതാകകൾ, ത്രിവർണ്ണ നിറത്തിലുള്ള കീച്ചെയിനുകൾ, ബലൂണുകൾ, ഹെയർ ബാൻഡുകൾ, തൊപ്പികൾ തുടങ്ങിയവയെല്ലാം ലഭ്യമാണ് വിപണിയിൽ. സാധനങ്ങളെല്ലാം എല്ലാം സജ്ജീകരിച്ചിട്ട് പൊതുവെ മോശമല്ല. ഇന്നലെന്നായിട്ട് നല്ല കച്ചവടമാണ്. വെറൈറ്റി സാധനങ്ങൾ കുറച്ചിറക്കിയും കൂടുതലിറക്കിയില്ല. ചെറിയ സാധനങ്ങൾ? അതെ, ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയില്ല? പൊടികളുണ്ട്, കൈക്കുന്ന റബ്ബർ ഐറ്റംസ് ഉണ്ട്, പിന്നെ കീശ കൂട്ടുന്ന സ്റ്റാർ ഉണ്ട്, എല്ലാ ഐറ്റംസ് റിബണ്, തൊപ്പി എല്ലാ ഐറ്റംസും. അങ്ങനെ കച്ചവടം? കുഴപ്പമില്ല, നല്ല കച്ചവടം. വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് ഇത്തവണയും വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തന പരിപാടികളും ചില സംഘടനകൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. പഴയങ്ങാടി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. AKG Memorial Cooperative Hospital, Kannur.